നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ഈ ഒരു മെസ്സേജ്, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം, അതായത് ഒരു കർഷകൻ്റെ PRS ഇഷ്യൂ ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ്റെ പേരും നമ്പറൊക്കെ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? സപ്ലൈകോ പാടി.in വെബ്സൈറ്റ് എടുക്കുക. ഇതിൽ ജനറൽ ഇൻഫർമേഷനിൽ പൊതുവിവരങ്ങളിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് റോയിൽ ലാസ്റ്റ് ഐക്കൺ പാടം അലോക്കേറ്റഡ് ലിസ്റ്റ്, ഇതെടുത്തിട്ട് ഈ ബാങ്കിൻ്റെ ജില്ല, അതുപോലെ അതിൻ്റെ കൃഷിഭവൻ കൊടുക്കുക. ഉദാഹരണത്തിന് ആലത്തൂർ, പാലക്കാട് കൊടുത്ത് ആലത്തൂർ കൊടുക്കുക. എന്നിട്ട് ഷോ കൊടുക്കുക. ഇങ്ങനെ ഷോ കൊടുത്തു കഴിയുമ്പം ആ കൃഷിഭവനിൽ അലോക്കേറ്റ് അയക്കുന്ന പാടങ്ങൾ, ഓരോ മില്ലും അലോക്കേറ്റ് അയക്കുന്ന പാടങ്ങൾ കിട്ടും. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ ഒന്നാമത്തെ പാടം എടുക്കുകയാണ്. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ പാടം കിട്ടും. അപ്പോൾ മൈത്രി പാടശേഖര നെല്ലുൽപാദക സമിതി ക്രോപ്പ് 2. ഇതിൻ്റെ ലാസ്റ്റിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് വ്യൂ ലിസ്റ്റുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഏത് മില്ലിന് അലോക്കേറ്റ് ചെയ്തേക്കുന്നതാണ്, എത്ര മെട്രിക് ടൺ അലോക്കേറ്റ് ആയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഫോൺ നമ്പറും കിട്ടും. റെപ്രസെൻറ്റേറ്റീവ് ഫോൺ നമ്പർ കിട്ടും. ഈ 2 മില്ലുകളാണ് ഇപ്പോൾ നിലവിൽ അവിടെ നിന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്ത് നമുക്ക് ഈ PRSന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഈ മില്ലുകാരെ കോൺടാക്റ്റ് ചെയ്ത്, ഈ മില്ലിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നമ്പറാണ്, അവരാണ് PRS ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റ് 2 വ്യൂവും PRS ലിസ്റ്റും എടുത്ത വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഓരോ ഫാർമേഴ്സിൻ്റെയും ഗ്രീൻ സിപ്പിൻ്റെ ക്വാണ്ടിറ്റിയും അവരുടെ ഏരിയയും ഫോൺ നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ ഫാർമേഴ്സിനെ വിളിക്കാനും ഇത് ഉപയോഗിക്കാം. അതുപോലെ PRS ഉണ്ടോ എന്ന് ഈ റിപ്പോർട്ട് നോക്കിയാൽ ലാസ്റ്റത്തെ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ PRS ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ അറിയാം. അപ്പോൾ ഇതിലും ഈ ഇവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, മിൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഫോൺ നമ്പർ ഇതിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ. അതായത് PRS ഇഷ്യൂ ചെയ്യേണ്ട ഓഫീസറുടെ നമ്പർ ഈ വിധത്തിൽ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. താങ്ക് യു.